പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട ഓരോ വസ്തുക്കളും സ്വത്തുക്കളും കോടാനുകോടി രൂപയും കണ്ടെടുക്കുകയാണ് ഇപ്പോൾ ഇഡി ചെയ്യുന്നത്. ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ഇത് അടുത്തതെന്നില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു നീക്കമായിരിക്കും. ഇന്ത്യ ഗവൺമെൻറ് കാശ്മീരിൻ്റെ ബോർഡർ പ്രദേശങ്ങൾ, ചില ജില്ലകൾ വളരെ ഗൗരവത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നുഴഞ്ഞുകയറ്റം, അവിടെ തീവ്രവാദികളുടെ താവളം അടക്കമുണ്ട് എന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വളരെ വലിയ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ഏതാണ്ട് തെക്ക് വേറൊരു കാശ്മീരായി കേരളം മാറുമോ എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഭയക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ നമ്മൾ അനന്തനാഗിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ പരസ്യമാണെങ്കിൽ ഇവിടെ വളരെ രഹസ്യമായി നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. അതായത് കാശ്മീരിനെ എങ്ങനെ വീക്ഷിക്കുന്നു അതുപോലെ കേരളത്തിലെ ചില പ്രദേശങ്ങളെയും വീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് അറിയുന്നത്. വളരെ ഗൗരവപൂർവ്വം ഇന്ത്യ ഗവൺമെൻറ് ഇത് വീക്ഷിക്കുകയാണ്. 8 പ്രോപ്പർട്ടികൾ SDP-യുടെയും PFI-യുടെയും 8 പ്രോപ്പർട്ടികൾ 129 കോടി രൂപയുടെ പ്രോപ്പർട്ടികൾ കണ്ടുകെട്ടിയിരിക്കും. അല്ല, സാർ സൂചിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഉള്ളതിന് സമാനമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ്. ജമ്മു കാശ്മീരിൽ പരസ്യമായാണെങ്കിൽ കേരളത്തിൽ അടിത്തട്ടിൽ, കടലിൻ്റെ അടിത്തട്ടിൽ ചില ക്ഷുദ്രജന്തുക്കൾ നീങ്ങി എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ അടിത്തട്ടിൽ നടക്കുന്നു എന്ന് അവർക്ക് വഴിയൊരുക്കുന്നത് പോപ്പുലർ ഫണ്ടാണോ? അതുകൊണ്ടാണോ മലപ്പുറത്തെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ അടക്കമുള്ള വസ്തുക്കളാണ് കണ്ടുകിട്ടി? 8 പ്രോപ്പർട്ടീസ് അത്തരത്തിൽ, അതായത് തെക്ക് വടക്ക് തിരുവനന്തപുരത്ത് വരെയുണ്ട്. തെക്ക് വടക്ക് 8 പ്രോപ്പർട്ടീസ്, 129 കോടി രൂപയുടെ പ്രോപ്പർട്ടീസ്. അവയെല്ലാം ഹവാല പണം ഉപയോഗിച്ച് സ്വരൂപിച്ചതാണെന്നുള്ളതാണ് നിഗമനം ഇഡിയുടെയും. അല്ല, ഇതൊരു ചെറിയ സംഖ്യയില്ലല്ലോ. അപ്പോൾ ചെറിയ സംഖ്യയല്ല, മുഴുവൻ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണോ ഒഴുക്കുന്നത്? ഇത് മാത്രമല്ല, ഇത് പ്രോപ്പർട്ടികളുടെ മാത്രം. ഇതിന് പുറമേയും ധാരാളം പണം ഭീകരവാദത്തിനും വിഘടനവാദത്തിനുമായി പല സംഘങ്ങൾ ചേർന്ന് നടത്തുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തുടർ നടപടിയായിരിക്കും, ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതല്ല. ഇനി നിരോധനമല്ല, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക എങ്ങനെ അന്തർലീനമായി അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നു, ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ആരൊക്കെ മുന്നോട്ടിറങ്ങുന്നു. അത് കാശ്മീരിലായാലും അനന്ത്നാഗിലായാലും ആസാമിലായാലും രാജസ്ഥാൻ ബോർഡറിലായാലും സർ ക്രീക്കിൻ്റെ സ്ഥലങ്ങളിൽ ഗുജറാത്തിൻ്റെ ബോർഡറിലായാലും ബംഗാളിലായാലും ബീഹാറിലായാലും ഒക്കെ വലിയ നോട്ടത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ്. കാരണം ഇന്ത്യയെ ശിഥിലമാക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ ചില ശക്തികൾ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവരുമായി ചേർന്ന് നീക്കങ്ങൾ നടത്തുന്നു എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. ഇന്ത്യ ഗവൺമെൻറ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് മാത്രമല്ല എന്നാണ് അറിയുന്നത്. ചില വിദേശ രാഷ്ട്രങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സൂക്ഷിക്കുക, ജൻസി വരാം, ചിലപ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചെന്നിരിക്കും. ആ വർഗീയ കലാപം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ നിൽക്കുന്ന ഗവൺമെന്റിന് ദോഷമായിട്ട് വരും. വർഗീയ കലാപം ഉണ്ടാക്കുന്നത് അവരാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നല്ലോ ഡൽഹി കലാപം. അതെ, 40-ലധികം പേർ മരണപ്പെട്ടിരുന്നു. ഇത് ഒരു തുടർക്കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ RSSനെ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. അന്ന് അവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. അന്ന് വസ്തുക്കൾ കണ്ടുകെട്ടിയെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നീട് അതെല്ലാം റിലീസ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ കേരളത്തിനകത്തുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്. അത് ശക്തമായി നടമാടുന്നത് മാത്രമല്ല, അത് പൊളിറ്റിക്കലൈസ് ചെയ്യാനായിട്ടും കൂടെ ശ്രമം നടത്തുന്നു. മൈനോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ അതിനെ വക്രീകരിച്ച് പൊളിറ്റിസൈസ് ചെയ്ത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇന്ത്യ ഗവൺമെൻറ്റിന്, ഇന്ത്യയുടെ വിദേശ ഏജൻസികൾ മാത്രമല്ല വിദേശ സീക്രട്ട് ഏജൻസികൾ വരെ ഇന്ത്യക്ക് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം ഇപ്പോൾ വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ കുറവാണ്. പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ ഓരോ ദിവസവും പുതിയ കഥകൾ വരുന്നുണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്.
അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയാണോ, അതോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണോ? ഹവാല പണം എന്ന് പറയുന്നത് 129 കോടി 8 വസ്തുവിലുള്ളത് മാത്രമല്ല, ഇപ്പോഴും ധാരാളം ഹവാല പണം ഇവിടെ അരങ്ങേറുന്നുണ്ട്, അരങ്ങ് വാഴുന്നുണ്ട്. ആ പണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മധുരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് ഇപ്പോഴും ഈ നിരോധിച്ച സംഘടനകളെപ്പോലും പറയുമ്പോൾ നാക്കിൽ വെള്ളമൂറുന്നു. അവർക്ക് മധുരമാണ്, മധുരിക്കാനുള്ളത് അവർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് കുറേ നാളുകളായിട്ട് അടങ്ങിയിരിക്കുകയായിരുന്നു. ഇതുവരെ പോകും, എന്തെല്ലാമാണ് ഇതിൻ്റെ ശൃംഖല എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടല്ലോ. അത് ആദ്യമേ ചാടിക്കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പഠനം നടക്കില്ലല്ലോ. അതിൻ്റെ വഴികൾ പല വിധത്തിലുള്ളതുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തുടങ്ങുന്നു, പിന്നെ ഡയറക്റ്റായിട്ട് ഹവാല വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ ഏജൻസികളാണ്, ഏതൊക്കെ വ്യക്തികളാണ്, ഏത് സോഴ്സിൽ നിന്ന് വരുന്നു, ഏത് രാഷ്ട്രത്തിൽ നിന്ന് വരുന്നു, ഇത്തരമുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇത് വീക്ഷിക്കുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നതിൻ്റെ പോളിസിയുമായി ഭാഗമായി ഇൻക്ലൂസീവ്, ഏതൊക്കെ വിഭാഗങ്ങളിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നത്, അവരിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തവരെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെ കണ്ട് ഒപ്പം നിർത്തുക എന്നൊരു പോളിസിയും കൂടെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനി ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം അവരോട് സംസാരിക്കാനും അവരോട് ആശയ സംവാദത്തിനും ഇവിടുത്തെ BJP അടക്കമുള്ളവർ നീങ്ങുന്നത്. അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്, വെറുതെ നീങ്ങല്ല. ദർ ഇസ് എ സ്ട്രിക്റ്റ് ഡയറക്ഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പ്. ഇനി നമ്മൾ ആരൊക്കെ തീവ്രവാദം കാണിക്കുന്നോ അവരെ പിടികൂടുന്നതിനോടൊപ്പം അത്തരക്കാർക്ക് ലക്ഷ്യമിടുന്ന ഗ്രൂപ്പുകളെ നമ്മൾ സ്വതന്ത്രമാക്കി നിർത്തുകയും അവരെ കൂടുതൽ സഹായിച്ചുകൊണ്ട്, കൂടുതൽ സഹകരിപ്പിച്ചുകൊണ്ട്, അവർക്ക് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ നൽകിക്കൊണ്ട്, വികസന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഇന്ത്യയുടെ മുഖ്യധാരയുടെ ഭാഗമാക്കുകയും ചെയ്യണമെന്നൊരു പോളിസിയും കൂടെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. വെടിവെക്കുക മാത്രമല്ല, ആവശ്യമുള്ളവരെ മാത്രമേ വെടിവെക്കാവൂ, അല്ലാത്തവരെ കൂടെ നിർത്തി സംരക്ഷിച്ച് അവർക്ക് മറ്റ് ഇന്ത്യൻ പൗരന്മാർ കൊടുക്കുന്ന മുഴുവൻ സംരക്ഷണവും സേവനവും കൊടുത്തുകൊണ്ട് അവരെ ഒന്നായി കാണണം. ഇന്ത്യയിലെ 150 കോടി ജനങ്ങളും അല്ലെങ്കിൽ 146 കോടിയാണെന്ന് പറയുന്ന ആ ജനത മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കണം. എവിടെയെങ്കിലുമൊക്കെ ചില ക്ഷുദ്രജീവികൾ ഉണ്ടെങ്കിൽ അതിനെ മാത്രം പിക്ക് ചെയ്യുക. അതിനെ ഒരു സമൂഹമായിട്ട് നമ്മളിനി വിമർശിച്ച് തള്ളരുത്. കാരണം അത് അവരിൽ ഒരുപാട് ഭീതി ഉണർത്തും. അത് അവർക്ക് വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം ചേരാനുള്ള ഒരു മരുന്നാവും. അതുകൊണ്ടാണ് കേരളത്തിൽ BJP അടക്കം ഉള്ളവർ ഇപ്പോൾ കേരളത്തിലെ BJP അടക്കമുള്ളവർ നാം ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ബന്ധത്തിൽ വന്നിരിക്കുന്നു. ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 2 ദിവസം മുൻപ് ബിഷപ്പിന് ഒരു കത്ത് ലഭിച്ചിരുന്നല്ലോ. അത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സിന്റെ. അപ്പോൾ പല രൂപത്തിൽ ഈ സംഘടന വരികയാണ്. അങ്ങനെ സ്വത്ത് കണ്ടെത്തിയാലും ഇവർക്ക് പണം നൽകാനും ഇവർക്ക് വേണ്ടി പ്രവർത്തനം ഒരുക്കുവാനും പ്രവർത്തിക്കാനുമെല്ലാം ഇപ്പോഴും കേരളത്തിലുള്ള ചിലർ തയ്യാറാണോ? കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വളരെ വ്യക്തമായി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതിലെ ആരൊക്കെയാണ് അത്തരം നേതാക്കളെന്ന് വരെ EDക്ക് അറിയാം. അതുപോലെ തന്നെ മറ്റ് ഇൻ്റലിജൻസ് വിഭാഗങ്ങൾക്കും അറിയാം. അത് അവർ സാഗോദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.